നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി. ശ്രുതി ടെറസിന്റെ മുകളിലേക്ക് പോയി ബീറ് കുടിക്കുകയാണ്. ദൈവമേ, ഇനി അവളെങ്ങാനും തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോവാ ശ്രുതി. അവള് പോയിട്ടുണ്ട്, പിന്നെ താൻ ഒറ്റയ്ക്കായി പോവും. ഇനിയിപ്പൊ അവള് വേറെ ആരെയെങ്കിലും കല്യാണം കഴിക്കുവോ? ശ്രുതിയുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകളായിരുന്നു. ഇത്രയൊക്കെ കിട്ടിയത് പോരാ, വീണ്ടും ശ്രുതിയെ കുറിച്ചുള്ള ചിന്തകളാ അവന്റെ മനസ്സിൽ. അങ്ങനെ മദ്യപിച്ച് അവിടെ കിടക്കുവാണ്. ആ സമയത്ത് രേവതി സച്ചി വരാതെ ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. കുറെ സമയം കഴിഞ്ഞപ്പോ സച്ചി എത്തി. സച്ചി എത്തിക്കഴിഞ്ഞപ്പോ രേവതി എന്നിട്ട് ചോദിച്ചു, എവിടെയായിരുന്നു സച്ചിയേട്ടാ? എത്ര സമയമായി? ഉച്ചയ്ക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഉച്ചയ്ക്കും വന്നില്ല. പിന്നെ ദേവുനെ നാളെ ഡിസ്ചാർജ് ചെയ്യൂട്ടോ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറയണേ? സച്ചി തിരിച്ചൊരു ചോദ്യമായിരുന്നു. അതെന്താ സച്ചിയേട്ടാ അങ്ങനെ? ഓ, നിന്റെയൊക്കെ ഒരു പുന്നാര ആളുണ്ടല്ലോ, അവനോട് പോയി പറഞ്ഞാൽ മതി. ഇതേ സച്ചിയേട്ട, വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവിടെ വെച്ച് നീ എന്തൊക്കെയാ പറഞ്ഞത്? എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ നീ? നിനക്ക് വേണം എന്നെ തനിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് സംസാരിക്കായിരുന്നു. അതിന് പകരം എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ നാണം കെടുത്തി ഇറക്കി വിട്ടു. അതെങ്ങനെ സച്ചേട്ടാ? സച്ചേട്ടനെ ഞാൻ ഇറക്കി വിടുന്നേ? സച്ചേട്ടനോട് തനിച്ചായിട്ടാണോ ഞാൻ പറഞ്ഞേ? അരുണ് സച്ചേട്ടനും കൂടെ നിൽക്കുന്ന സമയത്ത് ദേവുവിന്റെ അവസ്ഥ കണ്ടില്ലായിരുന്നോ? അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയ സമയത്തല്ലേ പറഞ്ഞേ ദേവുവിന്റെ അവസ്ഥ കാണാൻ ഇവിടെ കിടന്ന് വഴക്കടിക്കില്ലെന്ന് പറഞ്ഞേ. അതിന് സച്ചേട്ടൻ എന്തിനാ അപ്പൊ തന്നെ പിണങ്ങി അങ്ങോട്ട് ഇറങ്ങിപ്പോയത്? സച്ചേട്ടനോട് ഇറങ്ങിപ്പോണെന്ന് ഞാൻ പറഞ്ഞില്ലോ. അരുണിനോട് കാര്യം പറഞ്ഞു പോകാൻ പറഞ്ഞു. അരുണിനെ പറഞ്ഞു വിട്ടു. സച്ചേട്ടൻ പോയ പറയാ അരുൺ പോയായിരുന്നു. ഓ, അപ്പൊ അവനോട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു വിട്ടു. എന്നോട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അവനെ മതി, എന്നെ വേണ്ടല്ലോ. സച്ചേട്ടാ, വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആൾക്കാരായി, അതായി ഇതായി, നമ്മൾ ഒറ്റയായി. സച്ചിയുടെ ഈഗോ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ദേവുവാണ് വലുത്, അറിയാലോ സച്ചേട്ടന്. സച്ചേട്ട, ദേവുവിന്റെ വിഷമം കണ്ടല്ലേ? അവളുടെ അരുണിന്റെയും കൂടെ വിവാഹം നടത്തണം. അത് നല്ലൊരു കാര്യമല്ലേ? ഇനിയിപ്പം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? ദേ രേവതി, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അവനെ പോലുള്ള ഫ്രോഡിനെ കൊണ്ട് ദേവുവിനെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേവുവിന്റെ ജീവിതം തകർന്നു പോകും. എന്താ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, സച്ചേട്ടനോട് എന്തായാലും അച്ഛനെ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് എനിക്കും പറയാനുണ്ട്. അച്ഛൻ എന്താണെങ്കിലും ഞാൻ പറയുന്ന കേട്ട് കഴിയുമ്പത്തിനും അച്ഛൻ പറയും അവൻ പക്ക ഫ്രോഡാന്ന്. അത് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛാന്നും വിളിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. സച്ചി പറഞ്ഞു, അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോടും പറയാനുണ്ട്. അല്ല, അച്ഛൻ എന്താ പറയാൻ വന്നേ? ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് വന്നു. നീ ആദ്യം പറയടാ. എടാ, അല്ല അച്ഛ, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. രേവതിയുടെ അനുജത്ത് ദേവു ഉണ്ടല്ലോ, ഒരാളുമായിട്ട് സ്നേഹത്തില, ഒരു പോലീസുകാരനുമായിട്ട്. അത് ഞാൻ അറിഞ്ഞ കാര്യോ. അച്ഛൻ ആരാന്നറിയാവോ? അവൻ പക്ക ഫ്രോഡാന്ന് പറഞ്ഞു. എടാ, അതെങ്ങനെയാ നീ തീരുമാനിക്കുന്നേ? അച്ഛൻ അറിയാലോ, ഞാനുമായിട്ട് ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവൻ ആ പോലീസുകാരനെ അവനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, സച്ചേട്ടൻ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ചന്ദ്രമതി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ആ സമയത്ത് രേവതി പറഞ്ഞു, സച്ചേട്ട, അതൊക്കെ സച്ചേട്ടൻ തോന്നല. സച്ചേട്ടനുമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് തോന്നാം. അങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയിലെ ഒരു പോലീസുകാരൻ കയറിയിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ കൂടെ ജോലി ചെയ്യുന്നേ. പിന്നീട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ സച്ചി ആ പോലീസുകാരനും കൂടെ പോകുന്ന സമയത്ത് ആ പോലീസുകാരൻ്റെ സച്ചി, സാറിൻ്റെ കൈയൊക്കെ ശരിയായോ? അന്ന് ആ പുള്ളിക്കാരൻ്റെ കൈയായിരുന്നു സച്ചിയുടെ കാർ ഓടിച്ചു പോയതൊക്കെ. എന്നിട്ട് അയാളോടാണ് അന്ന് അരുൺ കള്ളത്തരം പറയാൻ വേണ്ടി പറഞ്ഞതൊക്കെ, സച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പോലീസുകാരൻ പറഞ്ഞു, എൻ്റെ കൈയൊക്കെ ഇപ്പം ശരിയായെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങളോട് അങ്ങനെ കള്ളത്തരം കാണിച്ചാൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അരുൺ സാറ് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. സോറി കേട്ടോ, എനിക്ക് നല്ലൊരു മനസാക്ഷി കുത്തുണ്ടായിരുന്നു പറഞ്ഞു. സച്ചി പറഞ്ഞു, സാരമില്ല പോട്ടെ. അയാളുടെ സ്വഭാവം കാരണം സച്ചി, അയാൾക്കൊരു പെണ്ണ് പോലും കിട്ടാത്തേന്ന് പറഞ്ഞു. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ? അയാളുടെ സ്വഭാവം അറിയാലോ. അയാൾ ഏതൊക്കെ സ്റ്റേഷനിലിരുന്നോ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്തെങ്കിലും അയാൾക്ക് വൈരാഗ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കള്ളക്കേസ് കൊടുക്കും. അങ്ങനെ കള്ളക്കേസ് കുടുക്കി പിടിച്ച് ഇടിച്ചിടും. ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ, അവിടെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അയാൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവനെ പിടിച്ച് അകത്തിട്ട് നല്ല ഇഞ്ച പരുവമ്പലി ഇടിച്ചു വിട്ടു. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ അയാൾക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയത്. അയാളെക്കുറിച്ച് അറിയാവുന്ന ആർക്കും അയാളൊരു പെണ്ണ് പോലും കൊടുക്കില്ല. അതുപോലത്തെ സ്വഭാവം അല്ലേ? ഇവിടെ വന്നിട്ടും അയാൾ ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടാൻ നിർമ്മിച്ചു. ഈ പോലീസുകാരോട് പോലും അയാൾ അങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നേ. അയാൾ പുറമേ ഒന്നും അകത്ത് വേറെന്നാണ്. അയാളുടെ പെരുമാറ്റ സംസാരമൊക്കെ കണ്ട അയാൾ ഭയങ്കര നല്ലവനാന്ന് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അത് മാത്രമാണോ? സച്ചി ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാട്ടോ. കാരണം അയാൾക്ക് വൈരാഗ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ
പിന്നെ അയാൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ സച്ചിനെ അപായപ്പെടുത്താൻ വരെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം സച്ചി രവീന്ദ്രനോട് പറഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ ഇപ്പം ഞാൻ പറഞ്ഞ സത്യമാണോ കള്ളത്തരമാണോ? അയാൾ പക്കാ ഫ്രോഡാണെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, സച്ചേട്ടാ സച്ചിയാണ് ഇങ്ങനെ പറയരുത്, അത് അയാളുടെ ചിലപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ജോലിക്കിടയിൽ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ മോശക്കാരനെന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പൊ സച്ചേന്റെ കാര്യം തന്നെ, സച്ചേട്ടനെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തൊരു ചിലപ്പം പറയും സച്ചേട്ടന ഒരു ഗുണ്ടയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞോലേ ഉള്ളൂ. അല്ലച്ച ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ അഭിപ്രായം എന്താ? അച്ഛൻ എന്താ ഒന്നും പറയാത്തെ? ഒടുവില് ഒരു നിമിഷം ആലോചിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു, ഞാനിതിപ്പോ എന്തു പറയാനാ, നിങ്ങൾ തമ്മിൽ ആലോചിക്കുക, എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു തീരുമാനം എടുക്കുക. പക്ഷെ എന്ത് തീരുമാനം എടുത്താലും അത് ദേവുവിന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണോന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞില്ലേ അച്ഛൻ പറഞ്ഞത് നീ കേട്ടോന്ന് ചോദിച്ചു. എനിക്ക് എന്താളും ഒരു തീരുമാനമുള്ളൂ, ആ വിവാഹം നടക്കാൻ പാടില്ല. സച്ചി അങ്ങോട്ട് കയറിപ്പോയി. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അല്ല ഇനിയിപ്പം സച്ചി സമ്മതിച്ച് കല്യാണം നടത്താന്ന് വിചാരിച്ചെന്നിരിക്കട്ടെ, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം നടത്താൻ നിങ്ങളുടെ പൈസയോ സ്വർണമോ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. രേവതി ഒന്നും മിണ്ടിയില്ല. അല്ല ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ, കുറെ സ്വർണവും പണവും എല്ലാം വേണം. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ കല്യാണം നടത്താനായിട്ടാ? ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, അവളെ ഇപ്പൊ അവളുടെ പാട്ടിനെ അങ്ങോട്ട് വിട്ടേക്കുക, കുറച്ച് കഴിയുമ്പോൾ അവളും കൂടെ ഒളിച്ചോടി പോയിക്കോളും. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പം, 5 പൈസ ചെലവില്ലാതെ കാര്യം നടക്കില്ലേ? എങ്ങനെയുണ്ട്? നിനക്കും നിന്റെ കുടുംബത്തിനൊക്കെ അതൊക്കെയോ പറഞ്ഞിട്ടുള്ളൂ. ചന്ദ്രമതി അങ്ങനെ രേവതിയെ കുത്തി പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. രേവതിക്ക് നല്ല സങ്കടമായി. ഇതേ സമയത്ത് വല്ലാത്ത വിഷമത്തിലായിരുന്നു അരുണിന്റെ അടുത്ത് എന്നിട്ട് അരുണിന്റെ അമ്മ ചോദിച്ചു, എടാ നീ എന്തിനാ അവളെ കാണാൻ പോയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള കാര്യം അറിയാലോ. അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുമോ? അവൾക്ക് എന്തേലും സംഭവിച്ചു പോലോ. എടാ മോനെ, നിനക്ക് വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിയാൽ മതി, അവളെ നീ അങ്ങോട്ട് മറന്നേരെ. മറക്കാനാ ഞാനോ? അത് ഈ ജന്മത്തിൽ ഉണ്ടാകത്തില്ലമ്മേ. മോനെ ഞാൻ പറയുന്ന നീ ഒന്ന് അനുസരിക്കുക. നിനക്കറിയാലോ എന്താണെങ്കിലും ആ വീട്ടുകാർ സമ്മതിക്കാൻ പോകുന്നില്ല. സച്ചി സമ്മതിക്കാതെ ദേവുവിന്റെ അമ്മയൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം എനിക്ക് നടത്തണം. ഞാൻ വേറൊരു പെണ്ണ് ആലോചിക്കാൻ പോകും നിനക്ക് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിയിട്ടോ? അതെ, നീ വേറെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. വേണ്ടമ്മേ, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടേ അവള് മാത്രമേ ഉള്ളൂ. എടാ അവൾക്ക് നിന്നോടൊപ്പം വരാൻ സാധിച്ചില്ലെങ്കിൽ നീ പിന്നെ എന്ത് ചെയ്യും? ഞാനിങ്ങനെ നിന്നോളാം, എനിക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല അരുണിന്റെ അമ്മയ്ക്ക്. ഇനി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് വർഷയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചോണ്ടെന്ന് പാവക്കുട്ടിയൊക്കെ എടുത്ത് സച്ചി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് രേവതി അങ്ങോട്ട് വന്നേ. രേവതി വന്നിട്ട് ചോദിച്ചു, സച്ചേട്ടാ ഇതെന്താന്ന് ചോദിച്ചു. കളിപ്പിച്ച് കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്ത് പറ്റി? അല്ല വർഷയെ ശ്രീകാന്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, സച്ചേട്ടന്റെ മോൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എന്താ അല്ലേ ഈ ആൾക്കാരൊക്കെ വേറെ പോയി താമസിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. എൻ്റെ ഫ്രണ്ട്സിൽ ഭൂരിഭാഗം ആൾക്കാരും തനിച്ച് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല കേട്ടോ, എനിക്ക് ആൾക്കാരൊന്നും ഇല്ലാതെ താമസിക്കാൻ പറ്റില്ല. ഓഹോ, അപ്പൊ വർഷയെ ശ്രീകാന്തിനെ കാണാതിരിക്കത്തില്ലല്ലേ? അവർ 2 ദിവസം വീട്ടിലേക്ക് പോയതല്ലേ? അത് ശരി തന്നെയാ, പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതെന്താന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അവരിന്റെ വല്ല ഫ്ലാറ്റ് എടുത്ത് മാറി താമസിച്ചാലോ? അത് ഞാൻ അവരെ വിട്ടിട്ട് വേണ്ടേന്ന് ചോദിച്ചു. സച്ചേട്ടാ നമുക്ക് ആരെ അങ്ങനെ പിടിച്ചു വെക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. അതെന്താ? അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ, നമുക്ക് അവരോട് അങ്ങനെ എതിർത്ത് പറയാനൊന്നും പറ്റില്ല. അവരുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. രവീന്ദ്രൻ വന്നിട്ട് ചെന്താടാ എന്ത് പറ്റി? അല്ല വർഷയെ ശ്രീകാന്തിനെ കുറിച്ചും അവർ 2 ദിവസം നിൽക്കാൻ പോയതല്ലേ? അല്ലച്ച എന്നാ വരുന്നേ? അതൊന്നും പറഞ്ഞില്ല. വേണ്ടച്ച അധിക ദിവസം നിർത്തണ്ട. അതല്ല അയാളുടെ കള്ളത്തരോ മധുസൂദന്റെ. അയാള് അവരെ തന്ത്രപൂരം അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കോ, അതിന് വേണ്ടിയിട്ടൊരു നാടകമൊക്കെ അഭിനയിച്ച് ഇങ്ങോട്ടേക്ക് വന്നേ. സച്ചേട്ടാ അങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞു. രേവതി നിനക്ക് എല്ലാവരും നല്ലവരായിട്ട് തോന്നും, പക്ഷെ എനിക്ക് അങ്ങനെയല്ലാന്ന് പറഞ്ഞു. എടാ നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇന്ന് കുട്ടികളെ എടുക്കേണ്ട ദിവസമല്ലേ, സ്കൂളിലേക്ക് പോകണ്ട. അയ്യോ ഞാനങ്ങ് മറന്നു, സമയം പോകും. എന്നാ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോയി. അങ്ങനെ സച്ചി പോയി സ്കൂളിൽ പോയി ആദ്യത്തെ ട്രിപ്പ് എടുത്ത് സ്കൂളിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന് ഇത്തിരി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വിമല ആദ്യം കൊണ്ട് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വിടാനായിട്ട് വിമല അങ്ങനെ ആദ്യയുടെ കൈ പിടിച്ചങ്ങോട്ട് നടന്നു വരുവാണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഉറപ്പായിട്ടൊരു കാര്യം അറിയാം, ഇനിയിപ്പോൾ എന്താണെങ്കിലും ആദ്യം സച്ചി കാണും, കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.